കോഴ്സ് എക്സാമുകളിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് IT ആക്ട്. അതുമാത്രമല്ല മറ്റ് PSC എക്സാമുകളിലും IT ആക്ടിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് അടുത്തിടെ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ ചോദ്യമാണ്. ഈ സെക്ഷനൊക്കെ എത്ര പഠിച്ചാലും പലപ്പോഴും നമുക്ക് പരീക്ഷകളിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സെക്ഷനൊക്കെ കോഡിലൂടെ പഠിച്ചാലോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ കോഡ് പറഞ്ഞതിന് ശേഷം ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. അപ്പോൾ പിള്ളേരെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് കോഡിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് IT ആക്ടിലെ സെക്ഷൻ 66B ആണ്. അപ്പോൾ 66Bയിൽ പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അല്ലെങ്കിൽ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ. ഇത് നമുക്ക് കോഡിലൂടെ എങ്ങനെ പഠിക്കാൻ നോക്കാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അല്ലെങ്കിൽ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മോഷണ വസ്തുക്കൾ ബൈ ചെയ്യരുത് എന്ന് ഓർത്ത് വെക്കാം. ഈ ബൈൻ്റെ B ആണ് സെക്ഷൻ 66B ആയിട്ട് ഓർത്ത് വെക്കുക. സെക്ഷൻ 66B പഠിച്ചു കഴിഞ്ഞു. മോഷണ വസ്തുക്കൾ സ്വീകരിക്കരുത്, മോഷണ വസ്തുക്കൾ ബൈ ചെയ്യരുത് എന്ന് ഓർത്ത് വെക്കുക, 66B. ഇനി സെക്ഷൻ 66C, അതിൽ പറയുന്നത് ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. ഈ 66Cയിലെ C നമുക്ക് കാർഡായിട്ട് ഓർത്ത് വെക്കാം. അപ്പോൾ ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ID കാർഡ് എന്ന് ഓർത്ത് വെച്ചാൽ 66C കിട്ടും. നമ്മൾ 66Cയും പഠിച്ചു കഴിഞ്ഞു. 66C ഐഡൻറ്റിറ്റി കാർഡ് എന്ന് ഓർത്ത് വെക്കാം. ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ C കാർഡ്. അടുത്തത് നോക്കാൻ പോകുന്നത് സെക്ഷൻ 66D ആണ്. 66Dയിൽ പറയുന്നത് ആൾമാറാട്ടം നടത്തുക. ഈ D നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പോൾ 66D ഡ്യൂപ്ലിക്കേറ്റ്, ആൾമാറാട്ടം നടത്തുക. അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. സെക്ഷൻ 66Dയും നമ്മൾ പഠിച്ചു. D ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കോഡ് വെച്ചിട്ട് ആൾമാറാട്ടം, വ്യാജം എന്നൊക്കെ അർത്ഥത്തിൽ ഓർത്ത് വെക്കുക. ഇനി പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 66E, സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 66Eയിൽ പറയുന്നത് സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. ഇതിൽ നമുക്ക് സ്വകാര്യത എന്നുള്ളതിൻ്റെ പ്രൈവസി എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പ്രൈവസി എന്ന് നീട്ടി ഉച്ചരിക്കുമ്പോൾ ഒരു E വരുന്നുണ്ടല്ലോ, അതാണ് നമ്മളിവിടെ കോഡായിട്ട് എടുക്കുന്നത്. സ്വകാര്യത, പ്രൈവസി, E. സെക്ഷൻ 66E സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. ഇനി നിങ്ങളിവിടെ മാറിപ്പോകരുത്, പ്രൈവസി C എന്ന് ഉച്ചരിക്കരുത്. അപ്പോൾ C നമ്മൾ കാർഡ് എന്ന് പഠിച്ചു, ഐഡൻറ്റിറ്റി കാർഡ്, ഐഡൻറ്റിറ്റി മോഷണം, അത് കാർഡ് C എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ്. സെക്ഷൻ 66Eയും നമ്മളിവിടെ പഠിച്ചു, പ്രൈവസി E, സ്വകാര്യത. അടുത്തത് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 66F ആണ്. സെക്ഷൻ 66Fൽ പറയുന്നത് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. ഇവിടുത്തെ കോഡ് നമ്മൾ പഠിക്കുന്നത് ചിത്രത്തിലൂടെയാണ്. ഞാനിവിടെ 2 ചിത്രം കൊടുത്തതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നൊരു ഭീകരനാണ്, മനസ്സിലാവുന്നില്ല, എന്നാലും അതൊരു ഭീകരനാണ്. രണ്ടാമത്തത് ഒരു തോക്കാണ്. ആ തോക്കിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആ തോക്കിൻ്റെ ആകൃതി കണ്ടോ? ഒരു F ഷേപ്പ് അല്ലേ അതിന്? ആ തോക്കിൻ്റെ F ഷേപ്പിൽ നിന്നാണ് നമുക്ക് സെക്ഷൻ 66F കിട്ടേണ്ടത്. ആ തോക്ക് ഓർത്ത് വെക്കുക, നായകൻ്റെ തോക്കല്ല, ഭീകരൻ്റെ തോക്കാണ്. അപ്പോൾ സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. F ഷേപ്പുള്ള തോക്ക്, ഭീകരൻ, രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മളിതുവരെ പഠിച്ചത് സെക്ഷൻ 66ൻ്റെ കോഡാണ്. ഇനി സെക്ഷൻ 67ലെ 2 സെക്ഷൻ ഉണ്ട്, അത് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുകൂടി നമുക്ക് ചെറിയൊരു കോഡിലൂടെ പഠിക്കാം. സെക്ഷൻ 67 പറയുന്നത് പോണോഗ്രാഫി, അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളുമാണ്. അതായത് അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ തുടങ്ങിയവ പ്രചരിപ്പിക്കുക, അതിനെതിരെയുള്ള നടപടികൾ, ശിക്ഷ, കാര്യങ്ങൾ. ഈ സെക്ഷൻ ശരിക്കും മുതിർന്നവരുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 67A എന്നുള്ളത് അഡൾട്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ സെക്ഷൻ 67A അഡൾട്ട്. ഇനി വരുന്നത് സെക്ഷൻ 67B ആണ്. ഇത് പറയുന്നത് ചൈൽഡ് പോണോഗ്രാഫി, അതിനെതിരെയുള്ള നടപടികൾ, ശിക്ഷ, കാര്യങ്ങളാണ്. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് 67Bയിലെ B നമുക്ക് ബേബി എന്ന ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാം. സെക്ഷൻ 67Bയിൽ പറയുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള നടപടികൾ, ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ്. സെക്ഷൻ 67A അഡൾട്ട്, മുതിർന്നവരുതാണെങ്കിൽ സെക്ഷൻ 67B ബേബി, കുട്ടികളുമായി ബന്ധപ്പെട്ടതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും സെക്ഷനാണ് നമ്മൾ കോഡിലൂടെ പഠിച്ചത്. ഇനി നിങ്ങൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. കോഡിലൂടെ പഠിച്ചിട്ടൊന്ന് ചെയ്താൽ ആൻസർ കിട്ടും. ഞാൻ ആൻസർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റ് ടോപ്പിക്കുകളും കോഡ് രൂപത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളെ കമൻ്റ് ആവശ്യമാണ്. തൽക്കാലം എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. താങ്ക് യു.